തിരുപ്പിറവി ആഘോഷത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും പാതിര കുർബാനയും ആരംഭിച്ചു. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാബ പ്രാർത്ഥനകൾക്കും സന്ധ്യാനമസ്കാരത്തിനും നേതൃത്വം നൽകി. കരോൾ സംഘങ്ങളെ ആക്രമിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ വർദ്ധിക്കുകയാണെന്നും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നും കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാബ പറഞ്ഞു. ക്രിസ്മസിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ കൊച്ചിയിൽ നിന്നും ആര്യയും ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് സനസയുമുണ്ട്. ആദ്യം സനസിലേക്ക്. സനസ, ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസിന്റെ പാതിര കുർബാനയിലാണ് ദേവാലയങ്ങളെല്ലാം തന്നെയും. ഇപ്പോൾ സനസ് നിൽക്കുന്ന ദേവാലയം എന്താണ്? അവിടെ പാതിര കുർബാന ആരംഭിച്ചിട്ടുണ്ടോ? വിശദാംശങ്ങൾ. അജയ്, ഞാനുള്ളത് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്തുള്ള പളയം സെന്റ് ജോസഫ് പള്ളിയിലാണ്. ഇത്തരത്തിൽ ഇവിടെ വിശ്വാസികളൊക്കെ എത്തിച്ചേരുകയാണ്. 11:30-യോടെയാണ് ഇവിടെ പാതിര കുർബാന ആരംഭിക്കുക. അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെ നേതൃത്വത്തിലായിരിക്കും ഇത്തരത്തിൽ കുർബാന. ഇവിടെ ഇപ്പോൾ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. ഇതാ പുൽക്കൂട്, ഉണ്ണിയേശുവിന്റെ പുൽക്കൂട് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇവിടെ 46 നക്ഷത്രങ്ങളാണ് ഈ പള്ളിയുടെ ദേവാലയത്തിന്റെ മുന്നിൽ തന്നെയുള്ളത്. ഈ 47 നക്ഷത്രങ്ങളും ഇത്തരത്തിൽ ലത്തീൻ അതിരൂപതയിലെ 47 യൂണിറ്റുകളെ സൂചിപ്പിക്കുന്നതാണ്. ഇത്തരത്തിൽ വളരെ വർണ്ണാഭമായിട്ടുള്ള ദീപാലങ്കാരങ്ങളോട് കൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷം, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഇപ്പോൾ വിശ്വാസികളൊക്കെ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ 11:30-യോടെ പാതിര കുർബാന ആരംഭിക്കും. ശേഷം ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് സന്ദേശം നൽകും. അതിനുശേഷം ഇവിടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാടകങ്ങൾ അരങ്ങേറും. ചരിത്രപരമായിട്ട് ഉണ്ണിയേശുമായി ബന്ധപ്പെട്ട നാടകങ്ങൾ അരങ്ങേറും. അത്തരത്തിൽ പുൽക്കൂടുകളും ദീപാലങ്കാരങ്ങളും ഒക്കെയാണ് ഈ പാളയം പള്ളിയിലെ ക്രിസ്മസ്, ലത്തീൻ അതിരൂപതയുടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ ഉള്ളത്. ഈ തിരുപ്പിറവിയുടെ ഒരു വരവേൽപ്പാണ്. 25 ദിവസത്തോളം ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട്, ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നോമ്പെടുത്തതിന് ശേഷം ഇന്നാണ് ആ ഒരു കാത്തിരിപ്പിന് വിരാമമാവുന്നത്. നമുക്കറിയാം, ഇതാ ഈ നക്ഷത്രങ്ങളൊക്കെ കാണാം. ഇതിന്റെ ഈ പള്ളിയുടെ തൊട്ടടുത്തിട്ടുള്ള റോഡുകളിലും ഇത്തരം ദീപാലങ്കാരങ്ങളൊക്കെ ഉണ്ട്. തിരുവനന്തപുരം ആകെ തന്നെ തിരുപ്പിറവിയെ വരവേൽക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. എല്ലായിടത്തും വെളിച്ചമാണ്, ആ ഒരു പോസിറ്റീവ് അന്തരീക്ഷമാണ്. നേരത്തെ പക്ഷേ ഇതിനിടയിലും രാഷ്ട്രീയപരമായിട്ട് പല സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ പട്ടം സെന്റ് മേരീസ് പള്ളിയിൽ അവിടുത്തെ കാതോലിക്ക ബാവ പറയുകയുണ്ടായി, ഈ കരോൾ സംഘങ്ങൾ ആയിട്ട് പോകുന്നവരെ പോലും ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്തകത്തും പുറത്തുമുള്ളത്. അതിലൊക്കെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്ന ഒരു സാഹചര്യമാണ്. കൂടാതെ തന്നെ നാളെ ഈ ലോക് ഭവനിലെ ഉദ്യോഗസ്ഥർക്ക് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അവധി ലഭിക്കാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇത്തവണത്തെ ക്രിസ്മസ് കടന്നു പോകുന്നത്. അപ്പോൾ പോലും ഇവിടെ ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷം. പാതിര കുർബാനയ്ക്ക് വേണ്ടി വിശ്വാസികൾ എത്തിച്ചേരുന്നു. വളരെ വർണ്ണാഭമായിട്ടുള്ള ദീപങ്ങളൊക്കെ അലങ്കരിച്ച്, നക്ഷത്രങ്ങൾ അലങ്കരിച്ച് ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആളുകൾ എത്തിച്ചേരുന്നതും പ്രാർത്ഥനയ്ക്കായി തയ്യാറായി നിൽക്കുന്നതും ഒക്കെ കാണാം. അങ്ങനെ തിരുപ്പിറവിയെ വരവേൽക്കാനായി എല്ലാ തയ്യാറെടുപ്പുകളോട് കൂടെ തന്നെ പാതിര കുർബാനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആളുകൾ. കൂടാതെ ഇവിടെ കേക്കും വൈനും ഒക്കെ ഉണ്ട്. എല്ലാവരും ഒരു ആഘോഷത്തിന്റെ ഒരു മൂഡിലാണ്. അജി.